പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. അവിടുന്ന് പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമൽ ബലാ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ പ്രതിഫലം ലഭിക്കുക ഇഹലോകത്ത് ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായ ആളുകൾക്കായിരിക്കും. അപ്പോൾ ഒന്നതാണ്, പരലോകത്ത് ഏറ്റവും കൂടുതൽ കൂലി ആരാണോ അത് ഇവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചു. ഇവിടെ നഷ്ടപ്പെട്ടവർക്ക് പരലോകത്ത് പൂർണ്ണമായി ഇരട്ടിയായിട്ട് അള്ളാഹു നൽകുമെന്നാണ്. അപ്പൊ ഒന്ന് അതാണ്. അപ്പൊ മഹത്തായ പ്രതിഫലമാണ്. പരീക്ഷണത്തിന്റെ ആത്യന്തികമായ ഗുണം എന്താന്ന് ചോദിച്ചാൽ, ഏറ്റവും മഹത്തായ ഉന്നതമായ കൂലി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ദുരിതങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അനുഭവിച്ചവർക്കാണ്. അതിന് രണ്ടാം ഭാഗം നബി പറയാണ്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹു, അള്ളാഹ് ഒരു വ്യക്തിയെയോ സമൂഹത്തിനോ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവരെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ അള്ളാഹു ഒരാളെ ചേർത്ത് പിടിക്കുന്നതിലേക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരു അടയാളമായി നബി പറഞ്ഞത്, അള്ളാഹ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയാളെ അള്ളാഹുവിന് വേണം എന്നതാണെങ്കിൽ അവൻ എന്ത് ചെയ്തു, അള്ളാഹു സ്ഫുടം ചെയ്തു കൊടുക്കുമെന്നാണ്. ആ സ്ഫുടം ചെയ്യലാണ് പരീക്ഷണം. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ലിസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ സംവിധാനമാണ് പരീക്ഷണങ്ങൾ എന്ന് നോക്കിക്കാണാം. അപ്പൊ ഇത് രണ്ടിന്റെ നേട്ട നബി പറഞ്ഞിട്ടാണ് ഇനി എന്ത് നിലപാട് സ്വീകരിക്കണം. വമൻ റളിയ ഫലഹു റിദല്ലാ വമൻ സഖത ഫഅലൈഹി സുഖ്തു, ആരെങ്കിലും പരീക്ഷണങ്ങളിൽ പതറിയാൽ അള്ളാഹു അവനെ കൈയൊഴിയും. ആരെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടത് ആ സംവിധാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിച്ച് ജീവിച്ചാൽ അള്ളാഹുവിനെ തൃപ്തിയും കിട്ടും അർത്ഥം. അപ്പൊ ആദ്യം രണ്ടു പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുകയും അവസാനം പറഞ്ഞ നിലപാടുണ്ട്, സമീപനം എന്താണ്, ഏത് പരീക്ഷണങ്ങൾ വരുമ്പോഴും അള്ളാഹു തൃപ്തിപ്പെടാത്ത പൊരുത്തപ്പെടാത്ത വാക്കോ പ്രവൃത്തിയോ മാനസികാവസ്ഥയോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്നാലോ ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കും. നേരെ മറിച്ച് നമ്മൾ അസംതൃപ്തരായി അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ വാവും പ്രവൃത്തിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവിക പരീക്ഷണങ്ങൾക്ക് പുറമെ അള്ളാഹുവിന്റെ കോപവും അനിഷ്ടവും നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ ഏത് കാര്യത്തെയും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കലാണ് വിശ്വാസം ചെയ്യേണ്ടത്. എന്തിനാണോ സംവിധാനിച്ചതെന്ന് തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാകുക, അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അങ്ങനെ അള്ളാഹുവിനെ തൃപ്തിമാക്കി മാറ്റിയാൽ നമുക്ക് ഇതൊക്കെ പരലോകത്ത് വരുമ്പോൾ ഗുണകരമായി മാറും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഒരു സമീപനവും നിലപാടും ഉൾക്കൊള്ളാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.